CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ ശബ്ദരേഖയിൽ ഖേദപ്രകടനവുമായി CPI നേതാക്കൾ. സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും ഫോണിലൂടെ ബിനോയ് വിശ്വത്തോട് ഖേദപ്രകടനം നടത്തി. വിവാദ ഫോൺ സംഭാഷണത്തിൽ പാർട്ടി വിശദീകരണം തേടിയ സാഹചര്യത്തിലാണ് ഇരു നേതാക്കളുടെയും ഈ നടപടി. എന്നാൽ ഖേദപ്രകടനം ബിനോയ് വിശ്വം സ്വീകരിച്ചില്ല എന്നാണ് സൂചന. ബിനോയ് വിശ്വത്തിനു പകരം പുതിയ സെക്രട്ടറി വരണമെന്ന് സൂചിപ്പിച്ച് കമലാ സദാനന്ദനും KM ദിനകരനും തമ്മിൽ നടന്ന സംഭാഷണമാണ് പുറത്തായത്. ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തെ ഗൗരവത്തിലാണ് നേതൃത്വം കാണുന്നത്. ശക്തമായ നടപടി വേണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരവും. വിഷയത്തിൽ കമലാ സദാനന്ദനോടും KM ദിനകരനോടും പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കാൻ സംസ്ഥാന നേതാക്കളെ ഉടൻ ചുമതലപ്പെടുത്തുമെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാകും അന്വേഷണത്തിനുള്ള നേതാക്കളെ നിശ്ചയിക്കുക. അന്വേഷണ ശേഷം ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും. ശബ്ദ സംഭാഷണം പാർട്ടിയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് കമലയുടെയും ദിനകരന്റെയും നിലപാട്. വിഷയത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ബിനോയ് വിശ്വം. ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. അതിനകത്ത് അടിയന്തരമായ പറയുന്ന വാക്കാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് സ്നേഹപ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ. അതിൻ്റെ പാർട്ടിയാണ് CPI. വിവാദങ്ങൾക്കിടെ ബിനോയ് വിശ്വവും KM ദിനകരനും വേദി പങ്കിട്ടു. CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിനാണ് ഇരുവരും എത്തിയത്. നേതാക്കളുടെ ഫോൺ സംഭാഷണം വിഭാഗീയതയുടെ ഭാഗമായി ചിലർ ആസൂത്രിതമായി പുറത്തുവിട്ടതാണെന്ന് അഭിപ്രായപ്പെടുന്നവരും പാർട്ടിയിലുണ്ട്. ബിനോയ് വിശ്വത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ശബ്ദരേഖയാണ് സമ്മേളന കാലത്ത് തന്നെ പുറത്തു വന്നത്. 24 കൊച്ചി, തിരുവനന്തപുരം.